മോദിയും പുടിനും കയ്യിൽ പിടിച്ച് നടക്കുന്നു. ഷി ജിൻപിങ് വന്ന് അവരെ സ്വീകരിക്കുന്നു. ഇതെല്ലാം നോക്കി കുന്തം വിഴുങ്ങിയതുപോലെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി നിൽക്കുക. ഷഹബാസ് ഷെറീഫ് അവിടെ അന്തം വിട്ട് വാടി പോലെ നിൽക്കുകയാണ്. ഒരിക്കൽ പോലും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ ഒരു പ്രസ്താവനയും ട്രംപിനെ കുറിച്ചോ അമേരിക്കയെക്കുറിച്ചോ വന്നിട്ടില്ല ഇതുവരെയും. ഓപ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. ടാരിഫ് എന്ന് പറയുന്ന ഒരൊറ്റ അസ്ത്രമെടുത്ത് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുമ്പോൾ അതിനുള്ള പ്രതിരോധ കവചങ്ങൾ എല്ലാവരും ഒരുക്കി. അതറിയാവുന്നത് കൊണ്ടാണ് എല്ലാവർക്കും വേണം. ട്രംപിൻ്റെ അമേരിക്ക 2025 പ്രവേശിച്ചിട്ടില്ല, 2020 നിൽക്കുന്നു. ഇപ്പോഴും വി ആർ ദ ന്യൂമറോ യൂനോ പവർ ബിക്കോസ് വി ആർ എ 30 ട്രില്യൺ ഇക്കോണമി. ഇന്ത്യ പറയുന്നു അല്ല, തെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളോട് കൂട്ട് വേണ്ട. വേണ്ടെങ്കിലോ ഞങ്ങൾക്ക് പലരുമുണ്ട് സംസാരിക്കാൻ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു നിലപാടുമായി വന്നിരിക്കുകയാണ്. അമേരിക്കയും ഇന്ത്യയുമായി ട്രേഡ് വിഷയങ്ങൾ സംസാരിക്കണം. ഇന്ത്യയും അതിന് മറുപടി നൽകി സംസാരിക്കാം. പക്ഷേ ട്രംപിൻ്റെ ഈ നിലപാടിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? പലതരത്തിൽ ഒരു ട്രപ്പീസ് കളിക്കാരനെ പോലെ ചാടി മറിഞ്ഞ് കളിക്കുന്ന ട്രംപിനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് കാണാൻ സാധിച്ചത്. നിലപാടുകളിൽ വളരെ വളരെ അവിശ്വസനീയമായ തരത്തിലുള്ള മലക്കം മറിച്ചിലുകൾ നടത്തിയ ട്രംപിനെ ഇനിയും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അമേരിക്ക ഇന്ത്യ റിലേഷൻസ് ഇനി ഏത് തരത്തിലായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഈ താരിഫ് ഭീഷണിക്ക് താൽക്കാലികമായെങ്കിലും ഒരു വിരാമമാകാൻ പോവുകയാണോ? ട്രംപ് മറ്റെന്തെങ്കിലും കുതന്ത്രങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ സമീപനം നടത്തുന്നത്? പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് പരിശോധിച്ചേ മതിയാവും. ഇതിനായി നമ്മോടൊപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞത് ഇന്ത്യയ്ക്ക് മേൽ 100% തീരുവ ഏർപ്പെടുത്തണമെന്ന്. ഇപ്പോൾ പറയുന്നു നമുക്ക് ട്രേഡ് വിഷയങ്ങൾ സംസാരിക്കണമെന്ന്. ഇന്ത്യയും പറഞ്ഞിരിക്കുന്നു മറുപടി സംസാരിക്കാം. ബട്ട് നമുക്കിതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് നമ്മൾ പറയുമല്ലോ, ഒരു എത്തും പിടിയും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ കാര്യങ്ങൾ? ട്രംപിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ തക്ക ഒരു കഴിവ്, വൈഭവം, മെയ്വഴക്കം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിന് കൈവന്നിരിക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് കരക്കമ്പി. ഓക്കെ, അതായത് എത്രത്തോളം ഇൻകൺസിസ്റ്റൻ്റ്ലി കൺസിസ്റ്റൻ്റ് ആകാം ട്രംപിന്, ഇത് ഇന്ത്യ മനസ്സിലാക്കുന്നു. ഇൻകൺസിസ്റ്റൻ്റ്ലി കൺസിസ്റ്റൻ്റ്, അതായത് ഇൻകൺസിസ്റ്റൻസി എന്നത് കൺസിസ്റ്റൻ്റായി സംഭവിക്കുന്ന റെക്കറിംഗ് ഫിനോമിനയായി മാറുമ്പോൾ ട്രംപിനെ റീഡ് ചെയ്യാൻ ഇന്ത്യ കുറച്ചുകൂടി മിടുക്ക് കാട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ട്രംപ് മറ്റുള്ളവരോടായി പറയുന്നതിന് മറുപടിയില്ല, ട്രംപിൻ്റെ ആത്മകഥങ്ങൾക്ക് മറുപടിയില്ല. പക്ഷേ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് കുറിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ അനുകൂലമായ മറുപടിയുണ്ട്. അനുകൂലമെന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്കത് അനുകൂലം എന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രയോറിറ്റീസ് മോദി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. മോദി വീണ്ടും സുഹൃത്താണെന്ന് പറയുന്നു. എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്? നാക്ക് കഴിക്കുന്നിടത്തോളം മോദി സുഹൃത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു ട്രംപ്. ഒരിക്കൽ കൂടി പറഞ്ഞു മോദി സുഹൃത്താണ്. ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. ഇന്ത്യയുമായി ചരിത്രപരമായ ബന്ധമുണ്ട്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം മാത്രമല്ല, സാംസ്കാരികമായ അടുപ്പമുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളാണ്. എല്ലാം പറഞ്ഞു വെച്ചു. അല്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? അല്ല എന്ന് പറഞ്ഞതുമില്ല. ലെറ്റ് us talk എന്ന് മാത്രമാണ്. ഇതിനകത്തുനിന്ന് 1000 കാര്യങ്ങൾ ട്രംപ് പറഞ്ഞപ്പോൾ അതിൽ ഒരു കാര്യം മാത്രമാണ് ഇന്ത്യ എടുത്തത്. ലെറ്റ്സ് ടോക്ക്. അതെ, കഴിഞ്ഞ ആഴ്ച ട്രംപ് മോദിയെ വിളിക്കുന്നു, പല പ്രാവശ്യം വിളിക്കുന്നു, മോദി എടുക്കുന്നില്ല. ഇതാണല്ലോ പുറത്ത് കേട്ടത്. അതെ, അത് സത്യം എന്ത് തന്നെ ആയിരുന്നാലും കേട്ടതല്ല ഇത് വ്യക്തമായി ട്രംപ് പറയുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ നിലപാട് മാറ്റി. യൂറോപ്യൻ രാജ്യങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇന്ത്യയോട് കച്ചവടം ചെയ്യുമ്പോൾ 100% ടാരിഫ് അടിച്ചങ്ങോട്ട് കൈ കൊടുക്കണം. ഞങ്ങളിപ്പോൾ 50 നിർത്തിയിരിക്കുക, വേണ്ടി വന്നാൽ ഞങ്ങൾ 100 നിങ്ങൾ ഞങ്ങളുടെ സഖ്യരാജ്യങ്ങളാണ്, 100 എന്താണ്? സമ്മർദ്ദമാണ്. അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയാൽ ഭാരതത്തിന് സമ്മർദ്ദം ചെലുത്താൻ അറിയാമെന്ന് പല പ്രാവശ്യം തെളിയിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ. SCO മീറ്റിങ്ങിൽ അത് തെളിയിച്ചു. ഒന്നാം തരം ഓപ്റ്റിക്സ് അല്ലേ ഈ
വ്ളാഡിമിർ പുടിൻ വന്നിറങ്ങുന്നു, മോദിയോടൊപ്പം കാറിൽ വന്നിറങ്ങുന്നു, മോദിയും പുടിനും കയ്യിൽ പിടിച്ച് നടക്കുന്നു, ഷി ജിൻപിങ് വന്ന് അവരെ സ്വീകരിക്കുന്നു. ഇതെല്ലാം നോക്കി കുന്തം വിഴുങ്ങിയതുപോലെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി നിൽക്കുക. ഷഹബാസ് ഷെറീഫ് അവിടെ അന്തം വിട്ട് വാടി പോലെ നിൽക്കുകയാണ്. ഈ ഒരു ഒപ്റ്റിക്സ് ആവശ്യമായിരുന്നു, ഇന്ത്യക്ക് ആവശ്യമായിരുന്നു, ചൈനയ്ക്ക് ആവശ്യമായിരുന്നു, റഷ്യക്ക് ആവശ്യമായിരുന്നു. കാര്യം കഴിഞ്ഞേ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഏതാ ഒപ്റ്റിക്സ് എന്നുള്ള നിലയിൽ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ ഒരു മെസ്സേജ് കൊടുത്തു, വേണ്ടി വന്നാൽ ബ്രിക്സ് കറൻസിയായി, SCO ആയി നിങ്ങളുടെ കാര്യം കട്ടപ്പുകയായി. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ഇല്ല എന്ന്, ഇന്ത്യക്ക് ഓപ്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ വിവരമുള്ള അമേരിക്കക്കാരോട് ചോദിച്ചു നോക്കൂ. ട്രംപിൻ്റെ ഉപദേശക സമിതിയിലുള്ളവരെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളവരല്ല. പീറ്റർ നവാരോ പോലെയുള്ള ആൾക്കാരാണ് ഉപദേശക സമിതിയിൽ. അതിന് പുറത്തും മിടുക്കന്മാരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിയാട്ടെ മിസ്റ്റർ ട്രംപ്. ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോഴാണ് കൃത്യമായ സ്ഥിതിവിവരക്കണക്കുകൾ, വളർച്ചാ നിരക്ക് പരിശോധിക്കുമ്പോൾ അടുത്ത ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഇന്ത്യ ക്യാൻ ഐഡിയലി ഓവർടേക്ക് അമേരിക്ക ഇൻ ദി നെറ്റ് വർത്ത്. അസ്യൂമിങ് that India grows consistently over 6% per annum and America grows only 2 to 3% per annum. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ ഡോളറിൻ്റെ പ്രാമുഖ്യമുള്ളിടത്തോളം കാലം ഡോളർ ടേംസിൽ GDP കണക്ക് കൂട്ടുമ്പോൾ അമേരിക്ക മുന്നിലാണെന്ന് തോന്നൽ ജനിക്കാം. ഒരു ന്യൂട്രൽ ടേംസിൽ കണക്ക് കൂട്ടുമ്പോൾ നെറ്റ് വർത്തിൽ ഇന്ത്യയും ചൈനയും വിൽ ബി ഫാർ ahead of America in a quarter century time. അത് വലിയൊരു കാലഘട്ടമാണെന്ന് തോന്നാം. Then there are options before America. If you can't defeat a future enemy, try to cajole him, comfort him, take him along. This is wisdom. ഇത് ജന്മനാ ട്രംപിനുള്ളൊരു കാര്യമല്ല. എങ്കിൽ പിന്നെ സ്വല്പം വിസ്ഡം ഒന്ന് പകർന്നു കൊടുക്കുക. ഈ പകർന്ന് കിട്ടുമ്പോഴൊക്കെ ട്രംപ് ട്രൂത്ത് സോഷ്യൽ എഴുതും. അങ്ങനെ എഴുതിയതാണ് ഇത്. ഉൾവിളി തോന്നി എഴുതിയതല്ല, മറിച്ച് എന്തോ ഒരു ഉപദേശത്തിൻ്റെ മേൽ എഴുതിയതാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി ഇന്ത്യക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് സമാന്തരമായി ഇന്ത്യ റഷ്യയുമായി എണ്ണ കച്ചവടം നടത്തും. ചൈനയുമായി ഇടയ്ക്ക് കണ്ണിറക്കി കാട്ടും, ഇടയ്ക്ക് കൈകൊടുക്കും. ഷീ ജിൻപിങ് ഇന്ത്യയിൽ വരും, വലിയ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഒരുക്കും. വ്ളാഡിമിർ പുടിനും ഇന്ത്യയിൽ വരും. കിം ജോങ് ഉൻ വരുമോ എന്ന കാര്യത്തിലേ ഉള്ള സംശയം. ക്ഷണിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹവും വന്നേക്കാം. അത്രയും സാഹസം ഇന്ത്യ ഒരുപക്ഷെ കാട്ടില്ലായിരിക്കാം. അവിടെയാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന വിഖ്യാതമായ വിദേശ നയം. അതിൻ്റെ ഒരു വിദേശ നയം എന്ന് പറയാനാവില്ല, വിദേശ നയത്തിൻ്റെ ഓപ്പറേഷണൽ ഡൈനമിക്സാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ഐഡിയ. അത് യാതൊരു ഇന്ത്യ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ എന്തു വിധേനയും സംരക്ഷിക്കും. അവിടെ യൂണിവേഴ്സൽ മോറൽ വാല്യൂസ് പ്രസക്തമല്ല. മോറൽ വാല്യൂ സംസാരിക്കാനുള്ളതാണ്. ബിസിനസ് എന്നത് റിയലാണ്. ഇക്കണോമിക് ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് അബ്സല്യൂട്ട്ലി വൈറ്റൽ ഫോർ ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് എ നേഷൻ. ഇത് ഭാരതം വളരെ വൈകി മനസ്സിലാക്കിയിരിക്കുന്നു. ആദ്യം മനസ്സിലാക്കിയില്ല എന്നല്ല, നെഹ്റുവിൻ ഐഡിയലിസത്തിൽ നിന്നും ഒരു അബ്സല്യൂട്ട്ലി ബ്രൂട്ടലി റിയലിസ്റ്റിക് ഒരു റെൽമിലേക്ക് ഇന്ത്യയുടെ വിദേശ നയം സഞ്ചരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അതിന് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാലും ഇതിൽ നിന്ന് അങ്ങനെ മാറാനൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വന്നു കഴിഞ്ഞാലും ബിക്കോസ് ദിസ് ഇസ് ദ ടേസ്റ്റ് ദാറ്റ് ഇന്ത്യ ഹാസ് ഗോട്ട്, ദ ടേസ്റ്റ് ഓഫ് പവർ, ടേസ്റ്റ് ഓഫ് നെറ്റ്വർത്ത്. എത്രയെല്ലാം ഭാരതത്തെ വിമർശിക്കാൻ ശ്രമിച്ചാലും ഭാരതം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് മോദിയുടെ നിലപാടായിട്ടോ BJPയുടെ നിലപാടായിട്ടോ അല്ല ഞാനതിനെ കാണുന്നത്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമിയെ ഏത് ലെവൽ വരെ കൊണ്ടുപോകാൻ അവിടെയാണ് ട്രംപിൻ്റെ ഈ നിർദ്ദേശം. ആ നിർദ്ദേശം അതിനോട് വേണമെങ്കിൽ മുഖം തിരിച്ചു നിൽക്കാം. 4 പ്രാവശ്യം കൂടെ വിളിക്കട്ടെ, 4 പ്രാവശ്യം കൂടെ അദ്ദേഹം എഴുതട്ടെ. അങ്ങനെയല്ല, ഓരോ പ്രാവശ്യവും ട്രംപ് സെൻസിബിളായ ഒരു കാര്യം പറയുമ്പോൾ അതിനോട് ഇന്ത്യ പ്രതികരിക്കുന്നു. ട്രംപ് അബദ്ധങ്ങൾ പറയുമ്പോൾ അത് കേട്ടതേ ഇല്ല. ഒരിക്കൽ പോലും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ ഒരു പ്രസ്താവനയും ട്രംപിനെ കുറിച്ചോ അമേരിക്കയെക്കുറിച്ചോ വന്നിട്ടില്ല ഇതുവരെയും. ഓപ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. ഈ മോദിയുടെ ഒരു ഹഗ് ഉണ്ടല്ലോ, ഈ ഹഗ് ഡിപ്ലോമസി എന്ന് പറയും, ഇല്ല, കെട്ടിപ്പിടുത്ത ഡിപ്ലോമസി, അതിന് മോദി കഴിഞ്ഞിട്ടേ ഉള്ളൂ.
ആ ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്, ആ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഒരു അതൊരു ബോഡി ലാംഗ്വേജ് ആണ്. അതൊരു ഒരു 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 പൊസിഷൻ, അഗ്രസീവ് മൻമോഹൻ സിംഗിന് ഇല്ലാതെ പോകുന്നതും അത് ശരീരഭാഷയെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു സന്ദേശമാണ്. അതെ, ഒരു സന്ദേശമാണ്. അത് അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രാധാന്യക്കുറവ് നന്നായിട്ട് എനിക്കറിയാം. വ്യക്തിയല്ല ഇവിടെ വിഷയം, നേഷൻ ഫസ്റ്റ്. മോദി അല്ല ഇവിടെ വിഷയം. അതെ, ട്രംപ് പറയുന്നത് മൈസെൽഫ്, ഞാൻ അടിച്ചു കൊടുക്കും. മോദി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ തീരുമാനിച്ചു എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് ആ ഒരു ഓപ്പറേഷൻ ഡൈനാമിക്സിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് മീ മൈസെൽഫ് ഈ ഒരു ഫിലോസഫിയിൽ നിന്നും വ്യക്തിപരമായ ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടാണ് രാജ്യാന്തര ബന്ധങ്ങൾ എന്ന ട്രംപിൻ്റെ നയം അല്ല ഭാരതം ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് ആ വ്യത്യാസം. അതുകൊണ്ട് ഇന്ത്യ ഈസ് ബേസ്ഡ് ഓൺ priority based. India is using priority based transaction. A transactional president called Trump is dealt by a transactional business oriented India. ഇത് അതേ നാണയത്തിൽ തന്നെയാണ്. വിടുക പറയുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് രാജ്യത്തിനകത്തേക്ക് നോക്കുകയാണെന്ന് നയതന്ത്ര തലത്തിൽ നമ്മൾ ചർച്ചകൾ നടത്തുന്നു, ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും ഒക്കെ നമ്മുടെ ഓപ്ഷൻസ് നമ്മൾ തേടുന്നു. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ്. അതിനൊപ്പം സമാന്തരമായി പാരലായിട്ട് നമ്മൾക്ക് GST കുറച്ചു, നമ്മുടെ ബൈയിങ് കപ്പാസിറ്റി കൂട്ടുന്നു പോപ്പുലേഷൻ്റെ. അപ്പോൾ അതിലൂടെ ആഭ്യന്തര വിപണിയെ സജീവമാക്കുന്നു, ആഭ്യന്തര സ്ട്രെങ്ത് കൂട്ടുന്നു. നമ്മൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഇവിടെ തന്നെ കൺസ്യൂം ചെയ്യുവാനുള്ള പ്രാപ്തി നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ ജനങ്ങൾക്ക്, പൗരന്മാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു സമാന്തരം നീക്കം കൂടി നടത്തുന്നത്. അത് വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം കൂടിയല്ലേ ഇപ്പോൾ GST നിരക്കുകൾ ക്രമീകരിക്കുക എന്ന് പറയുന്നതും ആഭ്യന്തര വിപണിയെ ഉദ്ദീപിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുമെല്ലാം ഇതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷൻസും ആഭ്യന്തര വിപണി. അപ്പോൾ ഇന്ത്യ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ നിങ്ങളുടെ വിപണി കണ്ടിട്ടല്ല ഇവിടെ കൃഷി ചെയ്യുന്നത്, ഇവിടെ പശു വളർത്തുന്നത്, ഇവിടെ വ്യാവസായിക ഉത്പാദനം നടത്തുന്നത്. ഞങ്ങളുടെ തന്നെ വിപണി കണ്ടിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് 142 കോടി ജനം ഇവിടെയുണ്ട്. അതിൽ നല്ല പർച്ചേസിങ് പവറുള്ള ഏതാണ്ട് അമേരിക്കയുടെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ ആളുകൾ, ഏതാണ്ട് 36 കോടിയിൽ പരം ആളുകൾ സോളിഡ് മിഡിൽ ക്ലാസ് ആണ്. അവർ മതിയാകും. പോരാത്തതിന് എക്സസ് വരുന്നത് വാങ്ങാൻ ആളുണ്ടാവും. ഇപ്പോൾ ഒറ്റയടിക്ക് 86 ബില്യൺ, അതായത് 8,600 കോടി ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് ലോകവിപണിയിൽ വിറ്റഴിക്കാൻ പറ്റില്ല. അമേരിക്കയിലേക്ക് കൊടുക്കുന്ന അത്രയുമാണ്. അതിൽ ചിലതൊക്കെ അമേരിക്കയ്ക്ക് ആവശ്യമുള്ളതുമാണ്. അതിൻ്റെ പകുതി നഷ്ടപ്പെട്ടാലും ബാക്കി പകുതി ഡൈവേഴ്സിഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. വി ഹാവ് അവന്യൂസ്. ഇതെല്ലാം തന്നെ വാക്കുകളിലൂടെയല്ല, പ്രവൃത്തികളിലൂടെ കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ ഭാരതം കാട്ടിക്കൊടുത്തു. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ സംസാരിക്കാം, ഇനി സംസാരിച്ചോളൂ. അപ്പം നമ്മുടെ സ്ട്രെങ്ത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, വീക്ക്നെസ്സിൽ നിന്നുകൊണ്ടല്ല. എക്സാക്ട്ലി ആ പോയിന്റാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഡിമാൻഡ്സ്, അതിന് പ്രാമുഖ്യം നമുക്ക് ഇനിയും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. നമ്മുടെ ടേംസിൽ നമുക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കും ഇനി അങ്ങോട്ട്. പക്ഷേ ട്രംപിൻ്റെ ഒരു കാര്യമെടുത്ത് പരിശോധിക്കുമ്പോൾ ഇനി എന്തെങ്കിലും ഒക്കെ കുതന്ത്രങ്ങൾ ഉണ്ടാകുമോ? അതോ അദ്ദേഹത്തിന് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഉപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് വെള്ളം കുടിക്കേണ്ടി വരും? കാരണം ട്രംപിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്തരത്തിലൊരു രാഷ്ട്ര നേതാവിൻ്റെ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ ഈ മലക്കം മറിച്ചിലുകൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ട്രംപിനെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ പോയിൻ്റാണ്. കാരണം നമ്മൾ ബാക്കിയുള്ള റഷ്യ, ചൈന സംഭവങ്ങളൊക്കെ ആ റൂട്ടൊക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കുകയാണ്. അതിനിടയിൽ വീണ്ടും വരികയാണ്, അളിയാവ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു. അളിയനെ നേരത്തെ ചീത്ത പറഞ്ഞാണ്, വെള്ളമടിച്ച് ചീത്ത പറഞ്ഞ ആൾ വീണ്ടും തിരിച്ചു വിളിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ ഇത്തരത്തിൽ ഒന്ന് ക്ലിയറാക്കി വെക്കുമ്പോൾ വീണ്ടും ഈ ട്രംപുമായി ചർച്ച ചെയ്യാൻ പോകുന്നു. ആ രീതിയിലേക്ക് നമ്മൾ പോകില്ല എന്ന് തോന്നുന്നു. ബുദ്ധിമാന്മാരായ ആളുകളാണ് പുടിനും ഷീ ജിൻപിങ്ങും, വിടുവ പറയുന്നവരല്ല. അവർക്കറിയാം ഒരു ഗ്ലിറ്ററിങ് ഗ്ലോറിഫൈഡ് ലുട്ടാപ്പിയാണ് ട്രംപ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അവർക്കുണ്ട്. അതുകൊണ്ട് ആവനാഴിയിൽ, ലുട്ടാപ്പിയുടെ ആവനാഴിയിൽ അനേക അസ്ത്രങ്ങൾ ഉണ്ടാവും, അൺകൺവെൻഷണൽ വെപ്പൺസ്. പക്ഷെ ഒരെണ്ണം എടുത്ത് മാത്രമാണ് പ്രയോഗിക്കുന്നത്. ടാരിഫ് എന്ന് പറയുന്ന ഒരൊറ്റ അസ്ത്രം എടുത്ത് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുമ്പോൾ അതിനുള്ള പ്രതിരോധ കവചങ്ങൾ എല്ലാവരും ഒരുക്കി. അപ്പോൾ അതറിയാവുന്നത് കൊണ്ടാണ് എല്ലാവർക്കും വേണം, ഇത് ആവശ്യമാണ്. കാരണം അതുകൊണ്ടാണ് വേൾഡ് ഓർഡർ ചേഞ്ചിനെ കുറിച്ച് വലിയ ചർച്ചകൾ. ഓരോ ചർച്ചയും ഇന്ത്യയിൽ നടക്കുന്നതിനേക്കാളും കൂടുതൽ ചർച്ചകൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. ഈ പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ചും വേൾഡ് ഓർഡർ മാറി മറിയുന്നതിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന ഒരു വേൾഡ് ഓർഡർ ആണ് നിലവിലുള്ളതെന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല പൂർണ്ണമായി.
ഒരു 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 ചേഞ്ചിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് 2020 കടന്നു പോകുന്നത്. 2000 ആണ്ടിൽ അമേരിക്ക ഉണ്ടായിരുന്ന ഒരു പ്രാമുഖ്യം ഇന്നില്ല എന്നോർക്കണം. ഒരു മൾട്ടി പോളാർ വേൾഡ്, ഇപ്പം ഒരു യഥാർത്ഥത്തിലൊരു യൂണിപോളാർ ഫോർമേഷൻ വരുന്നത് 1989-90 മുതൽ സോവിയറ്റ് യൂണിയൻ തകർന്നത് മുതൽ ഉണ്ടായതും 2000 ആണ്ടോടെ ഏതാണ്ട് അമേരിക്കയുടെ മാത്രം ഒരു പ്രഭാവം, അത് 9/11-2001 വന്നപ്പോഴാണ് ആ ഒരു പ്രഭാവത്തിന് മറ്റൊരു ആംഗിളും കൂടെ ഉണ്ട് എന്നും ഒക്കെ മനസ്സിലായത്. ഇപ്പോൾ അത് മൾട്ടി പോളാർ ആണെന്ന് നമ്മൾ പറയുമ്പോഴും മനുഷ്യൻ കാണാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇറ്റ് നോട്ട് ജസ്റ്റ് മൾട്ടി പോളാർ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആറ്റമൈസ്ഡ് വേൾഡ് ഓർഡർ. ഓരോ ചെറിയ രാജ്യത്തിനും അതിൻ്റേതായ ശക്തിയുണ്ട്. ഇസ്രായേൽ എത്ര വിചാരിച്ചിട്ടും ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ ആത്യന്തിക വിജയം സൈനികമായി ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് ലോകത്തിനുണ്ട്. ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് ലോകത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നെ ഉള്ളത് ഒരു മാറിയ ലോകക്രമത്തിൽ വിതരണാത്മകമായൊരു പ്രക്രിയ തുടരാനുള്ള ഒരു അന്തരീക്ഷം. അതാണ് ചൈന തേടുന്നത്, അതാണ് റഷ്യ തേടുന്നത്, അതാണ് ഇന്ത്യ തേടുന്നത്. ട്രംപ് തേടുന്നത് അങ്ങനെയല്ല. മൾട്ടി ലാറ്ററൽ ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് GATT, ഇപ്പോഴത്തെ WTO ഔട്ട്. ILO എന്തിനാണ്? WHO അമേരിക്ക പിന്മാറി. എന്തിന്? പാരീസ് പ്രോട്ടോകോൾ പിന്മാറി. അപ്പം മൾട്ടി ലാറ്ററലിസത്തിനും എല്ലാവരും ചേർന്ന് ക്ലൈമറ്റ് കൺട്രോൾ വിഷയം, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് വിഷയങ്ങൾ, അങ്ങനെയുള്ള കൗൺസിലുകളിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുമ്പോൾ അതിനർത്ഥം എന്താ? UN സിസ്റ്റം എന്ന് പറയുന്നത് ക്രംബിൾഡായി. ഗോൺ ഓഫ് ദ ഡേയ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെയെങ്കിൽ ബൈലാറ്ററലിസത്തിൻ്റെ കാലം വരികയാണ്. അമേരിക്ക വിശ്വസിക്കുന്നു 2020 നിൽക്കുന്നതേ ഉള്ളൂ അമേരിക്ക. ട്രംപിൻ്റെ അമേരിക്ക 2025 പ്രവേശിച്ചിട്ടില്ല, 2020 നിൽക്കുന്നു. ഇപ്പോഴും വി ആർ ദ ന്യൂമറോ യൂനോ പവർ ബിക്കോസ് വി ആർ എ 30 ട്രില്യൺ ഇക്കോണമി. അങ്ങനെയെങ്കിൽ we will deal with a 4.1 trillion economy called India from a position of strength. ഇന്ത്യ പറയുന്നു അല്ല, തെറ്റിപ്പോയിരിക്കുന്നു, നിങ്ങളോട് കൂട്ട് വേണ്ടെങ്കിലോ ഞങ്ങൾക്ക് പലരുമുണ്ട് സംസാരിക്കാൻ, നിങ്ങളോട് സംസാരിക്കാം. അപ്പോൾ 1-to-1 ആയി സംസാരിക്കുന്നതിന് പകരം ഒരു മൾട്ടി ലാറ്ററൽ എഗ്രിമെൻറ്റ്, അതാണല്ലോ ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്, ആ സംവിധാനത്തിൽ നിന്ന് ലോകം മാറിപ്പോകുന്നു. ആ സംവിധാനം മാറിപ്പോയാലും വേറൊരു സംവിധാനത്തിലേക്കുള്ള മാറ്റം, അത് അമേരിക്കയെ ഒഴിവാക്കി ലോകരാജ്യങ്ങൾ അങ്ങനെ നീങ്ങാനുള്ള യാഥാർത്ഥ്യാധിഷ്ഠിതമായ ഒരു നീക്കം, അത് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തിരിച്ചറിയുന്നു. അതുമാത്രമല്ല, ട്രംപിനോട് കർശനമായി പറഞ്ഞു. അമേരിക്കയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഉപദേശകന്മാർ പറയുന്നു, പീറ്റർ നവാരോ ഹാസ് entered certain areas which will ultimately sink the Titanic called America. ചെയ്യരുത്. ഇത് ട്രംപിന് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടായിരിക്കണം അമേരിക്കയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ സാധിച്ചപ്പോൾ അതിനുള്ളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഒരു ആശങ്ക ഫീൽ ചെയ്യുന്നുണ്ട് ഈ താരിഫ് വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് അതിൻ്റെ ഒരു ഹീറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും പറയുകയാണ്. അവർ ആശങ്കപ്പെടുകയാണ്, എന്താണ് നമ്മുടെ പ്രസിഡന്റ് ചെയ്യുന്നതെന്നാണ് അവർ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത്. ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വേണം ഇതിനെ കാണാൻ. അമേരിക്ക ഈസ് ഹാവിങ് സംതിങ് ടു ഷോ ഓൺ ദ ബാലൻസ് ഷീറ്റ്. കഴിഞ്ഞ 4-5 മാസത്തെ കണക്കെടുത്താൽ ടാരിഫ് ഇനത്തിൽ അമേരിക്കയ്ക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ട്രംപ് അഭിമാനപൂർവ്വം അമേരിക്കക്കാരോട് പറയുന്നുണ്ട്. അവർ അക്നോളജ് ചെയ്യുന്നു. ട്രംപിൻ്റെ പോപ്പുലാരിറ്റി റേറ്റിംഗിൽ വലിയ ഇടിവൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കണം. അത് വൈറ്റ് അമേരിക്കൻ, താഴേക്കിടയിലുള്ള വൈറ്റ് അമേരിക്കൻ പോപ്പുലേഷൻ്റെ ഒരു വലിയ ദയാവായ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ബട്ട് ദ റിയൽ ഹീറ്റ് ഈസ് ഗോയിങ് ടു ബി ഫെൽറ്റ് ഇൻ അനദർ 6 months ടൈം. ഇപ്പം ടാരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഹിറ്റ് എന്ന് പറയുന്നത് ഫീൽ ചെയ്യാൻ പോകുന്നത് ഇനി ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ടാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് അത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്ന മെറിൽ ലിഞ്ച് ഉൾപ്പെടെ സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ ഉൾപ്പെടെ പല റേറ്റിംഗ് ഏജൻസികളും എല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചിന്ത. യഥാർത്ഥത്തിൽ അമേരിക്ക ഈസ് ഗോയിങ് ടു ബി ഗ്രോയിങ് അറ്റ് എ ലെസ് ഫാസ്റ്റർ റേറ്റ് ഇൻ ദ ഇയേഴ്സ് ടു കം. ഇപ്പോൾ കാണിക്കുന്നത് അയഥാർത്ഥ കണക്കുകളാവും. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഹൈ. ഔട്ട്സോഴ്സിംഗ് നിരോധിക്കും എന്ന ഭീഷണി കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, അതായത് സോഫ്റ്റ്വെയർ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്ത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് സോഫ്റ്റ്വെയർ സയൻറ്റിസ്റ്റുകൾ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ്, അതിന് ടാരിഫ് ഏർപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഇന്ത്യ വിൽ ബ്ലീഡ്.
ബോംബെ സിറ്റി, ബാംഗ്ലൂർ സിറ്റി, കൊച്ചി, ട്രിവാൻഡ്രം, ഓൾ വിൽ ബി അഫക്റ്റഡ്. സർട്ടൺ, അബ്സല്യൂട്ട്ലി സർട്ടൺ. അത് വലിയ രീതിയിലാണ്. ഒരുപാട് വീടുകളിൽ തീ പുകയാതെയാകും. അവർക്ക് പെട്ടെന്ന് അതിനൊരു റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താനും പറ്റില്ല. പക്ഷേ വേർ വിൽ അമേരിക്ക സോഴ്സ് ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്? എവിടെ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്? അത്രയധികം പേരെ കൊടുക്കാൻ ചൈനയ്ക്കില്ല, അല്ലെങ്കിൽ തന്നെ കൊടുക്കണമെന്നില്ല. അല്ലെങ്കിൽ 3-4 മറ്റ് രാജ്യങ്ങൾ ഇവിടുന്ന് വിയറ്റ്നാമിൽ നിന്ന് കൊഞ്ചു കൊണ്ടുവരാം, ചെമ്മീൻ ഇറക്കുമതി ചെയ്യാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ വിയറ്റ്നാമിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ കിട്ടണമെന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാന്തരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അവർക്ക് അമേരിക്കയിൽ എത്താനും, അപ്പം ഈ ഗ്രീൻ കാർഡ് അതിന് നിയന്ത്രണങ്ങൾ വരുന്നു. അതുപോലെ അമേരിക്കയിലെ കുടിയേറ്റ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. Remember, America is not built on a single day. Rome is not built on a single day. Exactly. United States also is not built on a single day. It was built, the country called US is built with the energies reaching America from all over the globe. There is nothing called original American. ഇത് മനസ്സിലാക്കാൻ അമേരിക്കയുടെ പുറത്തുനിന്ന്, യൂറോപ്പിൽ നിന്ന്, ജർമ്മനി ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് വന്ന ട്രംപിൻ്റെ മുതുമുത്തച്ഛന്മാർ വന്നതാണ് എന്ന കാര്യം ട്രംപ് മറക്കുന്നു. അവിടെയാണ് ഇന്ത്യയുടെ റെസിലിയൻസ് അമേരിക്കയ്ക്ക് അക്കാര്യത്തിൽ ഇല്ല എന്നുകൂടി മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചാൽ തീർച്ചയായും ഇന്ത്യ അമേരിക്ക ബന്ധം മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് let us talk. This time let us talk 6ാം റൗണ്ട് ഇന്ത്യ ഈ ടീമിനെ അമേരിക്കയിലേക്ക് അയക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രേഡ് സംഘം, വിദഗ്ധരുടെ സംഘം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരേണ്ടിയിരുന്നത് നടന്നില്ല. ഇനിയിപ്പോൾ ഇന്ത്യയുടെ സംഘത്തെ അങ്ങോട്ട് അയച്ചേക്കും. അപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായി, അല്ലെങ്കിൽ ഏകദേശം ഒരാഴ്ചയായിട്ട് നമ്മുടെ ഉള്ളിൽ, ഇന്ത്യക്കുള്ളിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാകണം, വിലയിരുത്തുന്നുണ്ടാകണം, അമേരിക്കയുടെ വിഷയങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നുണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അങ്ങോട്ട് ടീമിനെ അയക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇനി അങ്ങോട്ട് നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ വളരെ കർശനമായ നിലപാട് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഒരു അയവുള്ള ഒരു സ്റ്റെപ്പ് പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? 3 കാര്യങ്ങളിൽ ട്രംപ് തൻ്റെ ആഗ്രഹം, ഒരുപക്ഷെ ഇംഗിതം, ഒരുപക്ഷെ അദമ്യമായ ആഗ്രഹം മോദിയോട് പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. മോദിയുടെ ഒരു അമേരിക്ക സന്ദർശനം പോലും പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. ട്രംപ് ഇല്ല എന്ന് പറഞ്ഞ ക്വാഡ് സന്ദർശനത്തിന് ട്രംപ് വന്നാൽ അതും അത്ഭുതപ്പെടില്ല. കാരണം ഇത് രാജ്യാന്തര ബന്ധങ്ങളാണ്. ഇപ്പോൾ പറയുന്നതല്ല നാളെ ഉള്ളത്, നമ്മുടെ താല്പര്യങ്ങളെന്നേ ഉള്ളൂ. 3 കാര്യങ്ങളിൽ ധാരണയാവണം. ആയെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യം മുന്നോട്ട് പോകൂ. 1, അമേരിക്ക വാണ്ട്സ് ഇന്ത്യ ടു റെഡ്യൂസ് ദി ട്രേഡ് ഡെഫിസിറ്റ്. അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് കുറച്ചുകൊണ്ട് വരണം. അതുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ കൂടുതൽ പ്രവേശന അനുമതി നൽകണം. ഇന്ത്യ പറയുന്നു ആവശ്യമുള്ളതിന് നൽകാം. പക്ഷേ അമേരിക്ക പറയുന്നു, രണ്ടാമത്തെ ഡിമാൻഡ്, അത് നൽകുമ്പോൾ നിങ്ങൾ ദയവായി ഞങ്ങളുടെ 2 പ്രിഫറൻസുകൾ, ഡയറി പ്രോഡക്ട്സ് ആൻഡ് ആഗ്രോ പ്രോഡക്ട്സ്, ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകണം. ഇന്ത്യ പറയുന്നു സാധ്യമല്ല. അതിൽ ചെറിയ വിട്ടുവീഴ്ചകളെങ്കിലും ചെയ്താൽ ഇന്ത്യയുടെ കർഷക സമൂഹം പിണങ്ങും. അതുകൊണ്ട് അക്കാര്യത്തിൽ നിലപാട് ഇന്ത്യ കടുപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഹാർലി ഡേവിഡ്സൺ ബൈക്ക്, അത് പിന്നെ വലിയ കാര്യമൊന്നുമല്ല. 100-100 ബൈക്കുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് മാത്രം കച്ചവടത്തിൽ കാര്യമായ ഉയർച്ചയൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ വേണ്ടത് ഇന്ത്യയുടെ ചില ഉറപ്പുകളാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ആറന്തം പിടിച്ച ഒരു വാങ്ങലൊന്നും നിങ്ങൾ ചെയ്യരുതേ. ദയവായി നിങ്ങൾ 38% നിങ്ങളുടെ ഊർജ്ജ ആവശ്യം റഷ്യയിൽ ചെയ്യരുത്. ഒരു 20% കുറയ്ക്കുക. ഞങ്ങളുടെ എണ്ണയും ഞങ്ങളുടെ ഷെയിൽ ഓയിൽ ഉൾപ്പെടെ കുറച്ചൊക്കെ വാങ്ങിയാൽ സന്തോഷമായി. അതാണ്. പക്ഷേ അവിടെ ഇന്ത്യക്ക് ചോദിക്കാം. റഷ്യ അന്താരാഷ്ട്ര വിപണിയിൽ ലഭ്യമാകുന്നതിനേക്കാൾ ബാരലിന് $5 കുറച്ചാണ് നൽകുന്നത്. അതുമാത്രമല്ല, ഇന്ത്യ റുപ്പി കൊടുത്ത് എണ്ണ വാങ്ങാൻ കഴിയും, ക്രൂഡ് ഓയിൽ വാങ്ങാൻ കഴിയും. നിങ്ങൾക്ക് സാധിക്കുമോ? അമേരിക്കയുടെ ഉത്തരം സാധിക്കില്ല. അപ്പോൾ ആ ഒരു ചർച്ച അവിടെ വഴിമുട്ടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതേസമയം കൂടുതൽ വിഷയങ്ങൾ, കൂടുതൽ ഐറ്റംസിനെ ഈ 50% ടാരിഫ് നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ഐറ്റംസിനെ ടാരിഫിൻ്റെ പരിധിയിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള ശ്രമമാവും ആദ്യ റൗണ്ടിൽ നടക്കുക. അങ്ങനെയാണ് മഞ്ഞുരുകുന്നത്. ഈ മഞ്ഞൊന്നും ഒരു നിമിഷം കൊണ്ട് ഉരുകി പോവില്ല. ഇപ്പോൾ തന്നെ ഏതാണ്ട് 60% കാര്യം, 58% കാര്യങ്ങൾക്കും 50% ടാരിഫ് ആയി കഴിഞ്ഞു, അല്ലേ? ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ടാരിഫ് ഇല്ല. അത് അമേരിക്കയ്ക്ക് ആവശ്യമുള്ളതാണ്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കില്ല, മറ്റ് പല കാര്യങ്ങൾക്കുമില്ല. ചെമ്മീനുണ്ട്, അതുപോലെ പിന്നെ സ്പൈസസിനുണ്ട്, ടെക്സ്റ്റൈൽ ഐറ്റംസിനുണ്ട്. ഈ കാര്യങ്ങൾ ഒറ്റയടിക്ക് മാറ്റിയില്ല. കൂടുതൽ ആ കാര്യങ്ങൾ ഈ ഇരട്ട നികുതി അതിൽ നിന്നും ഒഴിവാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവസാനം നാമമാത്രമായി ടാരിഫുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മുഖം രക്ഷിക്കേണ്ടി വരും. അതാണ് ഒരു പരിഹാരം. രണ്ടാമത്തെ പരിഹാരം, ഇന്ത്യ തന്ത്രപരമായ ചില വിട്ടുവീഴ്ചകൾ
അതും ഒപ്റ്റിക്സാണ്, ചില തലക്കെട്ടുകൾക്ക് വേണ്ടി മാത്രമാണ്. ഇന്ത്യ കീഴടങ്ങി എന്ന് ട്രംപിന് പറയാൻ സാധിക്കുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ അത് കീഴടങ്ങലൊന്നുമല്ല. ചില കാര്യങ്ങൾ കാർഷിക രംഗത്തേക്ക് അമേരിക്ക പ്രവേശിക്കാനായില്ല എങ്കിൽ ഈ ട്രംപ് തൊടുത്തുവിട്ട അസ്ത്രങ്ങളൊന്നും തന്നെ കൊള്ളുന്നില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് കാർഷിക രംഗത്തേക്ക് പ്രവേശിപ്പിക്കാനാവില്ല. ജനിതക മാറ്റം വരുത്തിയ വിത്തിനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളാനാവില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തിനങ്ങൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് അത് വീണ്ടും വീണ്ടും വിതയ്ക്കും, കൊയ്യും. അമേരിക്കയിൽ നിന്ന് അന്തക വിത്തുകൾ ഇറക്കുമതി ചെയ്യാൻ സമ്മതിക്കുന്ന വിഷയമില്ല. ഇക്കാര്യത്തിലൊക്കെ കടുത്ത നിലപാടാണ്. അല്ലെങ്കിൽ അത് പൊളിറ്റിക്കലാണ്. മോദിയുടെ ഭാവി തുലാസിൽ തൂങ്ങും അങ്ങനെയെങ്കിൽ. അല്ല, അതിന് വേറൊരു വശം കൂടിയുണ്ട്. നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഈ ശക്തമായ സാമ്പത്തിക വളർച്ചയുടെ വിഷയത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ സർവീസ് സെക്ടറിൽ നമ്മൾ വലിയ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. നല്ല വരുമാനം അതിൽ നിന്നുണ്ട്. ഈ നിർമ്മാണ മേഖലയിൽ കൂടി നമ്മൾ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മേഖല നമുക്ക് മുന്നിൽ രക്ഷപ്പെടുത്താനുള്ളത്, ഇന്ത്യയുടെ സർക്കാരിൻ്റെ മുന്നിൽ രക്ഷപ്പെടുത്താനുള്ളത് കാർഷിക മേഖലയാണ്. നമ്മൾ വളരെ വലിയ രീതിയിൽ ഒരു മോശം പ്രകടനത്തിൽ പോകുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരേ ഒരു മേഖല അതാണ്. അതിനുവേണ്ടി ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാല ലക്ഷ്യത്തോടെയുമുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ പദ്ധതികൾ വരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അത് സർക്കാരിൻ്റെ സൽപ്പേറിന് കൂടി അത് അനിവാര്യമാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അത് വലിയ പങ്ക് വഹിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഈ കാർഷിക മേഖലയെ കൂടി ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് വളരെ വലിയ രീതിയിൽ കുതിക്കും. അപ്പോൾ അവിടെ ആ ഒരു കുതിപ്പിന് തടയിടാൻ വേണ്ടി ഒരു ഇൻഡയറക്റ്റ് ശ്രമം കൂടി ആകാൻ സാധ്യതയില്ലേ? കാരണം ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമി കൂടിയാണ്. ഈ ചൈനയേക്കാൾ ആത്യന്തികമായി അമേരിക്കയ്ക്കും യൂറോപ്യൻ ശക്തികൾക്കും ഭയപ്പെടേണ്ടത് ഇന്ത്യയെ തന്നെയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ചൈന ഈസ് എ കൺട്രി ഹാവിങ് ആൻ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് പ്രൊഡക്ഷൻ സിസ്റ്റം ആൻഡ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഗ്രോത്ത് ഇൻ GDP. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വളരെ തുച്ഛമായ GDPയുടെ എക്സ്പോർട്ട് കോൺട്രിബ്യൂഷൻ തുച്ഛമാണ്. അമേരിക്കയുമായി വലിയ കച്ചവടം ഉണ്ടെന്ന് പറയുമ്പോഴും അതൊക്കെ ഇന്ത്യൻ ഇക്കോണമിയുടെ നടുപൊടിക്കാനത് പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും വരാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്ന 1% താഴെ ഒരു ഗ്രോത്താണ് നഷ്ടപ്പെടാൻ സാധിക്കുന്നത്. ഇതൊന്നും വലിയ വിഷയമല്ല എന്ന് ആത്യന്തികമായി ഇന്ത്യ ഹാവ് ദി റെസിലിയൻസ്. അതുകൊണ്ടാണ് GST നിരക്കുകൾ 4 സ്ലാബുകൾ ഉണ്ടായിരുന്നത് 5, 12, 18, 28% ഉണ്ടായിരുന്ന സ്ലാബുകൾ 5%-ലേക്കും 18%-ലേക്കും കുറച്ചുകൊണ്ട് വരികയും പല ഐറ്റംസിനെയും ടാരിഫ് ഈ പറയുന്ന ടാക്സ് നിരക്കുകൾ കുറച്ചു കൊണ്ടുവരിക വഴി ഇൻറ്റേർണൽ കൺസംഷൻ കുതിച്ചുയരാൻ പോവുകയാണ്. അതെ, സ്വാഭാവികമായി ഇൻറ്റേർണൽ പ്രൊഡക്ഷൻ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കുതിച്ചുയരും. മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വിൽ കം. അതിനർത്ഥം എന്താ? ഗവൺമെൻറ്റിന് വലിയ സമ്മർദ്ദമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും. മറ്റേ തൊഴിലില്ലാത്ത ആളുകളുടെ ഒരു വലിയ ഇൻറ്റേർണൽ വിപണി ഉണ്ടാകുമ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാകും. കൂടുതൽ പ്രൊഡക്ഷൻ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് അല്ല, ഇൻറ്റേർണൽ മാർക്കറ്റിന് വേണ്ടിയാണ്. കൂടുതൽ ഉൽപ്പന്നങ്ങൾ, ബാങ്കുകളുടെ പലിശ നിരക്കുകൾ കുറയ്ക്കും. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പണമിടില്ല, അതൊക്കെ സിസ്റ്റത്തിലേക്ക് വരികയാണ്. ഇൻകം ടാക്സ് ലെവൽ കുറച്ചില്ലേ? 12 ലക്ഷം വരെ വരുമാനം ടാക്സ് വിമുക്തമാകും. വ്യക്തിഗത ഇൻകം ടാക്സിൻ്റെ വിമുക്തമാകുമ്പോൾ ദാറ്റ് മച്ച് ഓഫ് മണി കംസ് ഇൻ ദ സിസ്റ്റം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഇതൊക്കെ വരാം. നാളെ അമേരിക്കയുമായിട്ട് ബന്ധം വഷളാകാം. ഒരുപക്ഷെ വ്യാപാരം കൊണ്ട്, ലോക വ്യാപാരം കൊണ്ട് മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് എനർജൈസിങ് ഇൻറ്റേർണൽ ഇക്കോണമി ഇതൊരു പോളിസി ആയതുകൊണ്ടാണ് ആത്മനിർഭർ ഭാരത് എന്ന വിദേശ നാണ്യം നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. അമേരിക്കയുടെ വിമാനങ്ങൾ വാങ്ങണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ട്രേഡ് ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരാം. നമ്മൾ സൗകര്യമില്ല. ഫ്രാൻസിൽ നിന്നും അന്യായ വിലക്കാണ് നമ്മൾ റഫാൽ വിമാനങ്ങൾ വാങ്ങിയത്. വേണ്ട, റഷ്യയിൽ നിന്നും തൽക്കാലം Su-57 സുഖോയ് വാങ്ങാം. എന്നിട്ട് അത് ഇവിടെ ഉണ്ടാക്കാം. അത് ടെക്നോളജി ഉൾപ്പെടെ നമുക്ക് തരികയാണ്. ഇവിടെ ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി മിസൈലുകൾ, വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, എയർക്രാഫ്റ്റ് എൻജിനുകൾ, കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് ഒഴിച്ച് ബോയിങ്ങും ഈ പറയുന്ന ജെറ്റ് വിമാനങ്ങൾ അതൊഴിച്ച് മറ്റെല്ലാ യാത്രാ വിമാനങ്ങൾ ഒഴിച്ചുള്ള എല്ലാത്തരം യുദ്ധവിമാനങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കുകയും മിസൈൽ നിർമ്മാണത്തിലും മിസൈൽ ലോഞ്ചിങ്ങിനും സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനുമുള്ള ലോകത്തെ 1ാമത്തെ ഇടമായി ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന വിശാലമായ പദ്ധതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ചൈനയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രോത്ത് ആണെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു സിസ്റ്റം ക്രംബിൾ ചെയ്യാം. ഇത് ഞാൻ തമാശ പറയുന്നതായി പലർക്കും തോന്നാം, പക്ഷേ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം അണ്ടർ ഷി ജിൻപിങ് അതൊന്ന് തകർന്നു എന്ന് കരുതുക. എന്താണ് വാട്ട് നെക്സ്റ്റ് എന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. പീപ്പിൾ ഹവ് നെവർ സീൻ ഫ്രീഡം ഫോർ 2-3 ജനറേഷൻസ്. അവരെങ്ങനെയാണ് ഈ മാറ്റത്തോട് പ്രതികരിക്കുന്നത്? ഇന്ത്യക്ക് ആ വിഷയമില്ല. എല്ലാം ഭാരതം കണ്ടു. ഏകാധിപത്യ പ്രവണതകൾ കണ്ടു, കൊളോണിയൽ ഭരണം കണ്ടു, ജനാധിപത്യത്തിൻ്റെ പുഴുക്കുത്തുകൾ കണ്ടു, ജനാധിപത്യത്തിൻ്റെ ചില ആഘോഷങ്ങൾ കണ്ടു. ഇതെല്ലാം ഇന്ത്യ കണ്ടു കഴിഞ്ഞു.
അതുകൊണ്ട് ഇന്ത്യ ഈസ് ഷോയിങ് മോർ റെസിലിയൻസ്. നമ്മുടെ ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ ഇൻഷുറൻസ് സിസ്റ്റം, നമ്മുടെ കർഷകരുടെ ഒരു ബേസിക് ഒരു റെസിലിയൻസ്. ഇപ്പം പ്രൈമറി സെക്ടർ കൃഷി വളരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, മറ്റ് ടെർഷറി സെക്ടറായ സർവീസ് സെക്ടറിനേക്കാൾ കുറവാണ് എങ്കിൽ പോലും ഈ ഇന്ത്യയുടെ കർഷക എക്സ്പോഷർ കുറഞ്ഞു വരികയാണ് പീരിയോഡിക്കലി. 70% നിന്ന് 58-60% കുറഞ്ഞിരിക്കുന്നു. സർവീസ് സെക്ടറിൻ്റെ എക്സ്പോഷർ കൂടുന്നു. അതിനെ തകർക്കാനാണ് അമേരിക്ക പറയുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ തകർക്കും, H-1B വീസ ഞങ്ങൾ റെഗുലേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നത് ഭാവി നോക്കിയുള്ള ഓടുന്ന പട്ടിക്ക് 4-5 മുഴം മുന്നേ എറിയുക എന്ന അമേരിക്കയുടെ തന്ത്രമാണ്. ഇത് മനസ്സിലാക്കാനുള്ള ത്രാണി ഇന്ത്യക്ക് വന്നു എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യ ഈസ് നെഗോഷിയേറ്റിംഗ് ഫ്രം എ പൊസിഷൻ ഓഫ് നോളജ്, സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം. അതെ, യെസ്. നമ്മൾ അമേരിക്കയെയും ട്രംപിനെയും ഒക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എത്ര മലക്കം മറിച്ചിലുകൾ മറിഞ്ഞാലും ഈ സർക്കസൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു സാറേ എന്ന നീക്കത്തോടു കൂടിയായിരിക്കും ഇന്ത്യ മുന്നോട്ട് പോവുക. നമ്മുടെ സംഘത്തെ അയക്കും, നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് സംസാരിക്കും, നമ്മുടെ ഡിമാൻഡ്സ് വെയിറ്റേജ് നൽകി നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ കർഷകരെയും കാർഷിക മേഖലയും തകർക്കുന്ന തീരുമാനത്തിലേക്ക് രാജ്യം പോകില്ല എന്ന് ഇതിനകം ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ട്രംപിൻ്റെ നമ്പറുകൾ ഇന്ത്യയുടെ അടുത്ത് നടപ്പാവില്ല. എന്തായാലും ഒരു സുപ്രഭാതത്തിൽ ഉരുകുന്ന മഞ്ഞല്ല ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ആവശ്യങ്ങളുണ്ട്, സഹകരണം അനിവാര്യമാണ്, പാടെ തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്തുകൊണ്ടും ഇന്ത്യയുടെ സ്ഥായിയായ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നിലപാട് മാറ്റത്തെ അങ്ങ് മതിമറന്ന് ആഘോഷിക്കുവാൻ നമ്മൾ തയ്യാറല്ല. കരുതലോടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞു ട്രംപിനെ നമ്മൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ പാഠം നമുക്ക് ഈ മണിക്കൂറിൽ പറയാൻ സാധിക്കുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.